ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ ഈ കാണുന്ന വീഡിയോ വന്നിട്ട് ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഞാൻ നമ്മുടെ ഷോർട്സിലിട്ട ഒരു വീഡിയോ ആണ്. ഞാൻ എങ്ങനെ എൻ്റെ സെൽഫ് പോർട്രേറ്റ് എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത് ഏതിനകത്ത് എടുക്കുന്നത്, ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് വലിയ കാര്യമായിട്ടൊന്നുമില്ല, എനിക്കറിയാവുന്ന രീതിയിലാണ് ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോസ്. ഞാൻ സാധാരണ ഓപ്പോ A50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ സെൽഫി മോഡിലാണ് ഞാൻ ഫോട്ടോസ് എടുക്കുന്നത്. അതും ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഫോട്ടോസ് എങ്ങനെ എടുക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ളതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ വേറൊരു വീഡിയോ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കാണാം. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസെല്ലാം നമുക്ക് തന്നിട്ടുള്ള ഒരു ആപ്പ്, ഞാൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആപ്പ് വന്നിട്ട് ലൈറ്റ് റൂം എന്ന് പറഞ്ഞുകൊണ്ടൊരു ആപ്പാണ്. നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് നല്ലോണം ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു തന്നാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ ഫോട്ടോസൊക്കെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് ഒന്നും തന്നെ എഡിറ്റിങ്ങിൻ്റെ ABCD അറിയാത്ത ഞാനാണ്, പക്ഷേ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് അതിനകത്ത് വന്നിട്ടാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെല്ലാം നമ്മുടെ ഈ ലൈറ്റ് റൂം ആപ്പിനകത്തോട്ടൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള ഫോട്ടോ ഞാൻ ഓൾറെഡി എൻ്റെ ഫോട്ടോസെല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസ് ഇതുപോലെ ഇതിനകത്തോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ ഓൾറെഡി എല്ലാം കുറേ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്, അതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി സെർച്ച് ചെയ്യാം. അതിനകത്ത് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്തത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഡിഫറൻസ് കാണാം. യഥാർത്ഥ ഫോട്ടോയും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫോട്ടോയുടെ ഡിഫറൻസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഒരു പിക്ക് വന്നിട്ട്. ഞാൻ എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രിസെറ്റുകളുണ്ട്, അതായത് നമ്മുടെ ഫിൽറ്ററുകൾ. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ആണ് എഡിറ്റ് ചെയ്യുന്നത്. ആ ഫിൽറ്റർ ആഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതിനകത്ത് പിന്നെ വീണ്ടും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രിസെറ്റ് എവിടെ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ താഴെ ഒരു 2 ചെറിയ റൗണ്ട് ഉണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും പ്രിസെറ്റ് എന്ന് കാണും. അപ്പോൾ ഇതാണ് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത 2 പ്രിസെറ്റുകൾ. അതിനകത്ത് ഈ ഗ്രീൻ ഡസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രിസെറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പലപ്പോഴും എഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഓറഞ്ച് സ്പ്ലാഷ് കൊണ്ടിട്ട് ചെയ്യാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ലൈറ്റ് റൂം റെക്കമെൻഡ് ചെയ്തേക്കുന്ന ഒരുപാട് പ്രിസെറ്റുകൾ അല്ലാതെ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് പലപ്പോഴും പലർക്കും ഇതിനകത്ത് ആദ്യമായിട്ട് എടുക്കുന്നവർക്കാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പ്രിസെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഒട്ടും പറ്റാത്തവർക്കാണെങ്കിൽ ഞാനൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനകത്ത് പോയി സെർച്ച് ചെയ്ത് അവരുടെ ചാനലിനകത്ത് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രിസെറ്റുകൾ അവൈലബിൾ ആണ് അതിനകത്ത്. അത് പ്രിസെറ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള വ്യക്തമായിട്ട് അവർ നല്ലോണം വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ചിട്ട് കാണിച്ചു തരാം യൂട്യൂബിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പോയി ചെയ്താൽ മതി. അതിൻ്റെ പേര് വന്നിട്ട് AR എഡിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലാണ്. ഇതിനകത്ത് 2 ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവരുടെ വീഡിയോസ് ഓൾറെഡി കാണാം. അതിനകത്ത് ഒരുപാട് പ്രിസെറ്റുകൾ ഇങ്ങനെ മേക്ക് ചെയ്തിട്ട് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഓൾറെഡി വേണമെങ്കിൽ വീഡിയോസ് കണ്ടിട്ട് അതേപോലെ നമ്മുടെ ലൈറ്റ് റൂമിൽ ചെന്നിട്ട് ഓരോ കീസും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഓരോ വീഡിയോസിൻ്റെ താഴെ വന്ന് നമ്മുടെ ഈ എന്തോന്നുണ്ടാവുമല്ലോ, കാർഡ്സ് കൊടുക്കത്തില്ലേ വീഡിയോയുടെ മണ്ടയിൽ, അവിടെ അതിനകത്ത് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അക്ക പാസ്വേഡ് ഉണ്ട്. അതിനകത്ത് 4 അക്ക പാസ്വേഡ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും ഇതുപോലെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 12 പിന്നെ 2 പാസ്വേഡ് ഇല്ല. പിന്നെയും അതിൻ്റെ താഴെ ഈ 2 പാസ്വേഡും അവർ തന്നിട്ടുണ്ട്. ആ 2 പാസ്വേഡിൻ്റെ നമ്പർ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു ലിങ്കിൽ കയറിയിട്ട് ആ പാസ്വേഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ഇവർ ഈ ചെയ്യുന്ന വീഡിയോയിലെ പ്രിസെറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് നോക്കാം.
ഇനി നമുക്ക് ഞാൻ എങ്ങനെ ഇത് എഡിറ്റ് ചെയ്യുന്നതെന്ന് പ്രിസെറ്റ് ഇല്ലാതെ ഞാനിപ്പോൾ ഇത് ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കുക. കാരണം ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നോ ഒന്ന് അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വലിയ ഒരിതില്ല. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അതിനകത്ത് താഴെ ഒരു ബട്ടൺ എന്താ ഇതുപോലെ എക്സ്പോഷർ കോൺട്രാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ട് നമുക്ക് നമ്മുടെ ഫേസ് കുറച്ചിങ്ങനെ വെളിച്ചം കൂടി നിൽക്കുകയാണെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഷാഡോ യൂസ് ചെയ്യാം. ഷാഡോ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കൂട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഇരുട്ട്, കുറച്ചും കൂടെ ഒരു വെളിച്ചം കുറഞ്ഞിങ്ങനെ വരും. ഷാഡോ കുറയ്ക്കുകയാണെങ്കിൽ വെളിച്ചം കൂടി ഇങ്ങനെ വരും. അങ്ങനത്തെ ഒരു തോന്നാണ്. പിന്നെ ഞാൻ കുറച്ച് ഹൈലൈറ്റ്സും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ആ മുഖം ഒന്ന് ഇച്ചിരി തിളങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്തേക്കുന്നത്. അവിടെ അത്രയും പിന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഞാൻ നമ്മുടെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ടെക്സ്ചർ, ക്ലാരിറ്റി, ഡിഹേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ട് എൻ്റെ മുഖത്ത് ഒരുപാടില്ല, കുറച്ച് പാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇതിനകത്ത് ഫെയ്ഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ പേ ചെയ്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ചെറിയ ട്രിക്ക് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ടെക്സ്ചറും ക്ലാരിറ്റിയും കുറച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ആ ഫേസിലുള്ള കുറച്ച് ആ ഒരു മുഖക്കുരുവിൻ്റെ പിമ്പിൾസിൻ്റെ ഒക്കെ പാടൊക്കെ കുറച്ച് ഫെയ്ഡായി പോകാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ്, നിങ്ങളതിപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ? ഇപ്പോൾ ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ മുന്നേയും എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ പിക്ക് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് നല്ലോണം കാണാൻ പറ്റും. പിന്നെ വന്നിട്ട് ഞാൻ ഒന്ന് ഡിഹേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂട്ടി കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കര വൈറ്റ് പാച്ചസ് ആയിട്ട് ഇങ്ങനെ തോന്നും, വൈറ്റ് കാസ്റ്റ് തോന്നും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മുടിയും ആ പിരുവും ഒക്കെ ഉള്ള ആ ഒരു ബ്ലാക്ക്നെസ് ഇങ്ങനെ എന്താണ് ഡിഫൈൻ ചെയ്തിങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. കണ്ടോ? അത് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും. പിന്നെ അതിനകത്ത് വിൻഗെറ്റ് നമ്മൾ ഒരു പച്ചിലയുടെ ആ ഒരു സൈഡിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു സൈഡൊക്കെ കുറച്ചൊന്ന് ബ്ലാക്കിഷ് ആയിട്ട് ആ ഒരു അങ്ങനത്തെ ഒരു എഫക്റ്റ് വരാൻ വിൻഗെറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പിക്കിനെ കുറച്ചും കൂടെ ഒരു ഭംഗിയുള്ളതാക്കാൻ അത് നല്ലോണം ഹെൽപ്പ് ചെയ്യും. ഇതാ അപ്പം മുൻപത്തെയും ഇപ്പോഴത്തെയും കൂടെ ഉള്ളത് ഞാൻ ഡിഫറൻസ് അവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ലൈറ്റ് റൂമിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട്. അത് പോയി സെർച്ച് ചെയ്യാം. പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ടെമ്പറേച്ചർ വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിപ്പം ഞാൻ ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ മുകളിലത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അതുകൊണ്ട് അവിടെ ഒരു റൗണ്ട് പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ പിക്ക് വന്നിട്ട് കുറച്ച് എടുത്തിരിക്കുന്ന കളറ് പച്ച, നീല, ഒരു റെഡ്, വൈറ്റ്, ഈ ഒരു 4 കളറാണ് ഇപ്പോൾ എടുത്ത് നിൽക്കുന്നത്. നമുക്ക് അതൊക്കെ കുറച്ചൊന്നും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ലിപ്പ് വന്നിട്ട് റെഡാണ്. അത് കുറച്ചും കൂടെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിൻ്റെ നമുക്ക് ഇഷ്ടമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ ഇത് നമുക്ക് ഓക്കെ ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് അവരത് തന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ലിപ്പിൻ്റെ കളർ കുറച്ചും കൂടെ കൂട്ടുന്നുണ്ട്. ഒരു ഡാർക്ക് ലിപ്പ് ഷെയ്ഡ് കണ്ടോ? അത് ലൈറ്റിനാക്കാൻ പറ്റും, ഡാർക്കിനാക്കാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ആ പച്ച കളറുണ്ടല്ലോ, ആ പൂവും ഞാൻ ഹൈഡ്രാഞ്ചിയുടെ ഫ്ലവറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനകത്ത് കുറച്ച് പച്ച കളറും ആ ഒരു ഇലയുടെ ഒരു പച്ച കളറും നമുക്ക് കൂട്ടി കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറെൻ്റായിട്ട് ചെയ്യാനാണെങ്കിൽ അത് കുറച്ചൊരു വൈറ്റ് കാസ്റ്റോട് കൂടി അങ്ങനെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിൻ്റെ ഓപ്ഷൻ കാണിച്ച് തരുന്നതേ ഉള്ളൂ. അതിൻ്റെ എന്നിട്ട് നമുക്ക് ആ ഒരു പച്ച കളർ അങ്ങനെ ചെയ്യാം. ഇനി നിങ്ങളുടെ ഫേസിന് കുറച്ചും കൂടെ ഒരു തിളക്കം വേണമെങ്കിൽ, ഒരു ഇത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു മഞ്ഞ കീ ഉണ്ടല്ലോ ചുവപ്പിൻ്റെ അപ്പുറത്തെ, അത് കൂട്ടിയും കുറച്ചും കൊടുക്കുക. കൂട്ടി കൊടുക്കുമ്പോൾ നമുക്കൊരു ഫേസിൻ്റെ അവിടെ വന്നിട്ട് ആ കോണ്ടൂർ ചെയ്യുന്ന പോലത്തേക്ക് കുറച്ചും കൂടെ ഇൻക്രീസ് ആയിട്ട് നല്ല നല്ല ഭംഗിക്ക് നിൽക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഫേസ് കുറച്ചും കൂടെ ഡാർക്കനായിട്ട് വരും. അങ്ങനെ അത് ഒരു സ്പെഷ്യൽ കീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊന്ന് ചെയ്യാം. ഇനി നമുക്ക് ആ എക്സ്പോഷറില്ലേ ഫസ്റ്റ് എടുത്ത് ആ പോർഷൻ്റെ മണ്ടേ ഒന്ന് കർവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
അവിടെ വന്നിട്ട് ആ ഒരു 3 ബട്ടൺ കാണിക്കും. അതെനിക്കിപ്പം കറക്റ്റായിട്ട് അത് കാണിക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് ഓരോ ബട്ടൺ നീല, ചുവപ്പ്, പച്ച എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് നമുക്ക് മണ്ടയിലോട്ടോ താഴോട്ടോ ആക്കുമ്പോൾ നമ്മുടെ ആ ഇതിന് പറ്റിയിട്ടുള്ള രീതിയിൽ ഒരു കളറ് ചേഞ്ച് ആവുന്നതാണ്. ഒരു അടിപൊളി ഒരു നമ്മുടെ ഫോട്ടോ നല്ല വേറെ ലെവലാക്കും ആ ഒരു കർവ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ. ഞാൻ കണ്ടു എൻ്റെ ഫോട്ടോയിൽ ആ ഡിഫറൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഇത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത നേരത്തെ ചെയ്തതിൻ്റെ ഒരു നമ്മൾ ഓരോ കളർ ഇൻക്രീസ് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 3 ഡോട്ട് കാണും, ഒരു 3 കണ്ണ് പോലെ. അവിടെ വന്നിട്ട് അത് ഓരോന്ന് സെലക്ട് ചെയ്യുക. അവിടെ 3 എണ്ണം ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഈ കളർ ഷെയ്ഡിൽ കണ്ടോ, നമ്മൾ കളർ ആ ഒരു റൗണ്ട് ഉണ്ട്, ആ സർക്കിൾ ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും പല ഷെയ്ഡിൽ കളർ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഞാൻ ഒരു ലൈറ്റ് ഒരു പച്ചയും ഒരു മഞ്ഞയും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു പോർഷനിലോട്ടാണ് എൻ്റെ ഫോട്ടോയുടെ ഒരു കളർ ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ തൊട്ടിപ്പുറത്ത് 3ാമത്തെ ബട്ടൺ കാണുന്നില്ലേ, അവിടെ വന്നിട്ട് നമുക്ക് 2ാമത്തെ കളർ ഏതാണ്, നീലയാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ സൈഡിൽ കുറച്ച് ആ ഒരു പോയിൻ്റ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രീനും ആ ഒരു നീലയും തമ്മിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്ചർ ക്ലാരിറ്റി ഡിഹേസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ വന്നിട്ട് ഞാൻ കുറച്ചും കൂടെ ക്ലാരിറ്റി കുറച്ചും അതിൻ്റെ ഒരു ഡിഹേസ് കൂട്ടിയും കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ആ ഒരു മുഖത്ത് ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, അതൊന്ന് മാറിക്കിട്ടാനാണ്. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൈഡിലൊക്കെ ഒരു പൊടിപടലം അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു വൈറ്റ് കാസ്റ്റ് വന്നിട്ടുള്ളത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നേരെ താഴെ വന്ന് നോയ്സ് റിഡക്ഷൻ, കളർ നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. നമ്മുടെ ആ ഒരു പിക്ക് വന്നിട്ട് കുറച്ചുകൂടെ നല്ല ക്ലീൻ ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കുറച്ച് മിനുക്ക് പണികൾ ചെയ്യാണ്. നമ്മുടെ ടെമ്പറേച്ചറും സാച്ചുറേഷനും ഒക്കെ കൂട്ടിയും കുറച്ചും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പോയിൻ്റ് ഇത് ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയും കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് പോയിൻ്റിൽ വന്നിട്ടാണോ നിങ്ങളുടെ പിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് അവിടെ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഞാൻ പ്രിസെറ്റ് യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. ഇനി നമുക്കിത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് ക്രോപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡിൽ ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷനുണ്ട്. എനിക്കിത് കറക്റ്റായിട്ട് ഈ ബട്ടൺ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് കയറുമ്പോൾ കറക്റ്റ് ബട്ടൺ ഏതാണെന്ന് മനസ്സിലാവും, ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് തരത്തിലുള്ള ക്രോപ്പിംഗ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് ക്രോപ്പ് ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏതൊക്കെ ഭാഗങ്ങളാണോ കട്ട് ചെയ്ത് കളയേണ്ടത് അവിടെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിത് സേവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് ഫൈനൽ പിക്ക് വന്നിട്ട്. ഇത് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആയിട്ടിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് ഒരുപാട് വീഡിയോസും പലതരത്തിലുള്ള പോർട്രേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് എടുത്തതെല്ലാം ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ പേജ് വന്നിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം താഴെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ചെറിയ എഡിറ്റിംഗ് വന്നിട്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.